Hi friends, welcome back. അപ്പോൾ ഇതാ നമ്മൾ ഇന്ന് ഇവിടെ ഒരു അടിപൊളിയായിട്ടുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള നത്തോലി പീര പറ്റിച്ചതായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിനെ കൊഴുവ എന്നും പറയാറുണ്ട് ഈ മീനെ. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാനായിട്ട് മുന്നായിട്ട് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണുന്നുണ്ടെങ്കിൽ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ വരും. അതിൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുത്തോളൂ. എന്നാലാണ് ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് മിസ് ചെയ്യാണ്ട് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 250 ഗ്രാമോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1/4 കിലോളം കൊഴുവയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ പച്ച മണക്കൊന്ന് ആ ഒരു ഉളുമ്പ് മണക്കൊന്ന് മാറാനായിട്ട് ഞാൻ നല്ലോണം കല്ലുപ്പൊക്കെ ഇട്ട് നന്നായി കഴുകിയെടുത്താണ്. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ വിനാഗിരി ഉണ്ടല്ലോ, വിനാഗിരി വെച്ചിട്ടൊന്ന് കുറച്ച് വിനാഗിരി വെച്ചിട്ട് ഒന്ന് കഴുകിയെടുത്താലും മതി. അപ്പോൾ നമുക്ക് ഈ മീൻ പതിലായിട്ട് നമുക്ക് ചെറിയ മത്തി കിട്ടുകയാണെങ്കിൽ അതെടുത്താലും മതിയാവും. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട പീരയൊക്കെ റെഡിയാക്കാനായിട്ട് തുടങ്ങണം. ഫൈനായിട്ട് ഞാനിവിടെ ഒരു നാളികേരത്തിൻ്റെ പകുതി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പില വേണം. പിന്നെ നമ്മുടെ പീര എന്ന് പറയുമ്പോൾ നമുക്ക് മഞ്ഞ കളറാണല്ലോ നമ്മുടെ മനസ്സിൽ വരിക. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മഞ്ഞൾപ്പൊടി വേണം. ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പക്ക മഞ്ഞ കളറായിട്ടിരിക്കുന്നത് എനിക്ക് അത്ര കറിയിൽ വലിയ ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ കുറച്ച് മുളക് പൊടി കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഒരു ഓറഞ്ച് ടിൻഡ് കൂടി കിട്ടും നമ്മുടെ കറിക്ക്. അതുകൊണ്ട് തന്നെ ഞാൻ 1 ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒരു 10 ചെറുള്ളി എടുത്തിട്ടുണ്ട്. നമുക്ക് മിക്സിയുടെ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയൊരു സൈസ് മീഡിയം സൈസ് ഇഞ്ചി, പിന്നെ ഒരു 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാന്താരി മുളക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കാന്താരി മുളകായിരിക്കും ഒന്നും കൂടി നല്ലതായിരിക്കും കേട്ടോ. അത് എരിവിനായി കഴിഞ്ഞാലും ഒരു പ്രത്യേക ടേസ്റ്റാണ് കാന്താരി മുളക് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ. എൻ്റെ അടുത്ത് ഇപ്പോൾ ഈ വിളകളുള്ളതുകൊണ്ട് ഞാനത് എടുത്തു എന്നുള്ളൂ. എന്നിട്ട് നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരണം. ഞാൻ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ ഞാൻ ജസ്റ്റ് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ബാക്കി എടുത്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ തേങ്ങയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലൊക്കെ എടുത്തിട്ടുണ്ടല്ലോ, അതൊക്കെ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഒതുക്കിയെടുത്ത് കൊണ്ടുവരാം. നന്നായി അറിയാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അതൊക്കെ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് കൊണ്ടുവരാം. ജസ്റ്റ് ഒന്നൊന്ന് ഒതുക്കിയെടുത്താൽ മതി കേട്ടോ. ഇനി അത് നമുക്ക് നമ്മുടെ മീനിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ തേങ്ങ എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, നമ്മുടെ തേങ്ങ അധികം കൂടി പോകാനും പാടില്ല, എന്നാൽ കുറഞ്ഞു പോകാനും പാടില്ല. അത്യാവശ്യം ആ മീനിൻ്റെ സെയിം പ്രൊപ്പോർഷനായിട്ട് തേങ്ങ എടുക്കാനായിട്ട് ശ്രദ്ധിച്ചോളൂ. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇത് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാവരുടെയും മീനും തേങ്ങയൊക്കെ ആയിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മളിതിലേക്ക് മെയിനായിട്ട് നമ്മൾ കുടപ്പുളി ചേർത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കുടപ്പുളിക്ക് ബദലായിട്ട് ഞാനിവിടെ കുടപ്പുളി ഇട്ടിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്കിപ്പോൾ കുടപ്പുളിക്ക് പതിലായിട്ട് വേണമെങ്കിൽ നമ്മുടെ മാങ്ങ ഉണ്ടല്ലോ, മാങ്ങ ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഇരുമ്പുളി ഉണ്ടെങ്കിൽ ഇരുമ്പുളി എല്ലാം ചേർത്ത് കൊടുക്കാം. അപ്പോൾ പുളി നിങ്ങൾക്ക് എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുടപ്പുളി 2 മീഡിയം സൈസ് കുടപ്പുളി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ അവസാനം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കും. അപ്പോൾ അതിന് മുന്നായിട്ട് തന്നെ ഇപ്പോഴത്തെ ഈ ഒരു സ്റ്റേജിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ചൊന്ന് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ മീൻ കുക്കായി വരുമ്പോൾ തന്നെ കുറച്ച് വെള്ളം ഒന്ന് ഇറങ്ങി വരും മീനിൽ നിന്ന്. അത് കൂടാണ്ട് തന്നെ നമുക്ക് കുറച്ച് വെള്ളം, ഒരു 3-5 ടേബിൾ സ്പൂണോളം വെള്ളം ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. മീൻ പറ്റിച്ചെടുക്കുമ്പോൾ അതിലധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല. പിന്നെ കൊഴുവ ആയതുകൊണ്ട് തന്നെ നമ്മുടെ മീൻ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഇനി നമുക്ക് സ്റ്റവ് ഓൺ ആക്കിയിട്ട് നമ്മുടെ ഇത് അടുപ്പിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു 5 മിനിറ്റോളം അല്ലെങ്കിൽ ഒന്ന് ചൂടായി ആവി വരുന്നവരെ നമുക്കൊന്ന് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ആവിയൊക്കെ വന്നിട്ടുണ്ട്. നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം 2 സൈഡിലേക്കും. ഈ സമയത്ത് നിങ്ങൾ തവി വെച്ചിട്ടാണ് ഇളക്കണമെന്നുണ്ടെങ്കിൽ മീനൊക്കെ പൊടിയാണ്ട് തന്നെ ഇളക്കാനായിട്ട് ശ്രദ്ധിച്ചോളൂ. ഈ മീനൊക്കെ പെട്ടെന്ന് പൊടിയാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ തവി വെച്ച് ഇളക്കുന്നില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് മീനിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഇതാക്കാനായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 5-10 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. കൊഴുവ ആയതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. നമ്മുടെ കൊഴുവ ഫ്രൈ ആയി കഴിഞ്ഞാലും സൂപ്പറാണ് കേട്ടോ. കൊഴുവ ഫ്രൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും കൊഴുവ ഫ്രൈയുടെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഒന്നുകൂടി ഒരു 5 മിനിറ്റ് കൂടി ഒന്ന് ലോ ഫ്ലെയിമിൽ ഇരിക്കട്ടെ. അപ്പോൾ ഇതിവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് നമ്മുടെ
മീൻ പീര നമ്മുടെ വെള്ളമൊക്കെ വറ്റി നല്ല പക്കയായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഒരു 2 ടീസ്പൂണോളം വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മുടെ മീൻ പീരയുടെ പ്രൊസീജിയറൊക്കെ കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്, വലിയ പണിയൊന്നുമില്ല, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കണ്ടില്ലേ, പക്കയായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ മീനിൽ വെള്ളമൊക്കെ വറ്റി മീനൊക്കെ നന്നായി കുക്കായി സൂപ്പറായി വന്നിട്ടുണ്ട്. ഇനി കുറച്ചൊരു വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവും, അതൊന്ന് ചട്ടിയിലിരുന്ന് കുറച്ച് നേരം കഴിയുമ്പോൾ വറ്റിക്കോളും. ഇപ്പോൾ ഇതാ കണ്ടില്ലേ, നമ്മുടെ മീൻ പീരയൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് സെർവ് ചെയ്യാനായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്താ ചെയ്യേണ്ടത്, ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.